KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ കണ്ണൂർ നടാലിലെ വീട്ടിൽ നിന്ന് കൂടോത്ര അവശിഷ്ടങ്ങളെന്ന് സംശയിക്കുന്ന സാധനങ്ങൾ കണ്ടെത്തി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യുടെയും കെ സുധാകരന്റെയും സാന്നിധ്യത്തിൽ ആത്മീയ ആചാര്യനാണ് കൂടോത്ര വസ്തുക്കൾ പുറത്തെടുത്തത്. ഉണ്ണിത്താന്റെ നിർദ്ദേശപ്രകാരം 3 മാസം മുമ്പ് നടത്തിയ പരിശോധനയിലാണ് വീടിന് സമീപത്ത് കുഴിച്ചിട്ടിരുന്ന രൂപങ്ങളും തകിടുകളും കണ്ടെടുത്തത്. തുടർച്ചയായി ആരോഗ്യ പ്രശ്നങ്ങൾ വേട്ടയാടിയ KPCC അധ്യക്ഷൻ കെ സുധാകരനോട് കൂടോത്ര സംശയം പങ്കുവച്ചത് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു. പിന്നാലെ ഉണ്ണിത്താൻ തന്നെ എത്തിച്ച ഒരു ആത്മീയ ആചാര്യന്റെ പരിശോധന നടന്നു. കണ്ണൂർ നടാലിലെ വീടിന്റെ കന്നിമൂലയിൽ കുഴിച്ചിട്ട നിലയിൽ തെയ്യത്തിന്റെ മാതൃകയിലുള്ള രൂപങ്ങളും തകിടുകളും കണ്ടെത്തി. രാജ്മോഹൻ ഉണ്ണിത്താന്റെയും കെ സുധാകരന്റെയും സാന്നിധ്യത്തിലായിരുന്നു കൂടോത്ര പരിശോധന. ഈ ഘട്ടത്തിൽ നടന്ന ഇരുവരുടെയും ശബ്ദ സംഭാഷണങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ജീവൻ പോകാത്തത് ഭാഗ്യമെന്ന് കെ സുധാകരൻ ഉണ്ണിത്താനോട് പറയുന്നത് കേൾക്കാം. തനിക്ക് കൂടോത്രത്തിൽ വിശ്വാസമുണ്ടെന്നും സൂക്ഷിക്കണമെന്നും ഉണ്ണിത്താൻ പറയുന്നതും കേൾക്കാം. വിശ്വാസമായാലും അന്ധവിശ്വാസമായാലും കൂടോത്രം ചില്ലറ പൊല്ലാപ്പല്ല കോൺഗ്രസിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആരാണ് ഈ കൂടോത്രം നടത്തിയതെന്നാണ് ഇപ്പോൾ എല്ലാവരും പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നടപടിയെടുത്ത ബാലകൃഷ്ണൻ പെരിയയുടെ ദുർമന്ത്രവാദാരോപണത്തിന് പിന്നാലെയാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറെ കൗതുകകരം. കൂടോത്രം ഇപ്പോൾ കണ്ടെടുത്തതല്ലെന്നും കുറച്ചു കാലം മുമ്പുള്ളതാണെന്നും കെ സുധാകരൻ ഇത് സംബന്ധിച്ച് പ്രതികരിച്ചു. തന്നെ അപായപ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്നും കെ സുധാകരൻ വ്യക്തമാക്കി. കൂടോത്ര വിശ്വാസികൾ ഭീരുക്കളാണെന്ന് ചെറിയാൻ ഫിലിപ്പ് ഈ സംഭവത്തോട് പ്രതികരിച്ചു. ആധുനിക ശാസ്ത്രയുഗത്തിൽ കൂടോത്രം തുടങ്ങിയ ശത്രു സംഹാര ദുർമന്ത്രവാദങ്ങളിൽ വിശ്വസിക്കുന്നവരും പ്രയോഗിക്കുന്നവരും ഭീരുക്കളാണ്. അന്ധവിശ്വാസങ്ങളെയും ദുരാചാരങ്ങളെയും ചെറുത്തു തോൽപ്പിച്ച കേരളീയ സമൂഹത്തിൽ മാരണം, ആഭിചാരം തുടങ്ങിയ ദുർവൃത്തികൾ ഇപ്പോഴും നടത്തുന്നവരെ വിഡ്ഢികളായി മാത്രമേ കണക്കാക്കാൻ കഴിയൂ. എതിരാളികളെ തകർക്കാൻ കുൽസിത മാർഗം സ്വീകരിക്കുന്നവർ ക്രിമിനൽ മനസ്സുള്ളവരാണ്. ഇത്തരക്കാരെ പുരോഗമന ചിന്താഗതിക്കാരായ രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമങ്ങളും ഒരിക്കലും പിന്തുണയ്ക്കരുത്, അവജ്ഞയോടെ അവഗണിക്കണമെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.